കോഴിക്കോടൻ വെറൈറ്റി അലുവ മേടിക്കാം. കുറേ കുഞ്ഞുമക്കളുണ്ട് കേട്ടോ, അവരെല്ലാം ഡാൻസിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കാണ്. 10 ദിവസത്തെ ഉത്സവത്തിൽ പങ്കുചേരാൻ എനിക്കും സാധിച്ചു. അമ്മയുടെ സന്നിധിയിൽ വരാനും വീഡിയോ എടുക്കാനും പറ്റിയത് ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അമ്പലപ്പറമ്പിലെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. ഞാനിന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ ഒരു ടീമും ഉണ്ട്. സരിനാൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സജന നജാം മാഡത്തിൻ്റെ ടീമിൻ്റെ അടിപൊളി പെർഫോമൻസ് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു ഡാൻസ് ടീമിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള വൈബ് അത് വേറെ തന്നെയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഒരുപാട് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം നമ്മുടെ തൂക്കത്തിനുള്ള ആൾക്കാരാണ് കേട്ടോ. എല്ലാരും ഒരു ഹായ് പറഞ്ഞ ചേട്ടാ. ഹായ് ഹായ്. അപ്പോ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയും കൂടെ ഉണ്ട്. മോളെ ഹായ് പറഞ്ഞോ. ഹായ്. അപ്പൊ ഞാനിപ്പോ അമ്പലത്തിലോട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഇവരെല്ലാം വ്രതത്തിലാണ് അല്ലെ? എല്ലാരും വ്രതത്തിലാണ്. എത്ര ദിവസം നിങ്ങൾ വ്രതം എടുക്കുന്നത്? 7 ദിവസത്തിലുള്ള വ്രതമാണ്. വ്രതം എടുത്തിട്ട് ഇപ്പൊ ഇവരെല്ലാം അമ്പലത്തിലാണ് താമസിക്കുന്നത് അല്ലെ? ഇവിടെ തന്നെയാണ് ദേവിയുടെ സാന്നിധ്യത്തിൽ താമസിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ദേവി മാത്രമേ ഉള്ളല്ലേ മനസ്സിലെ. എത്ര നാളെ ഇവിടെ ലോട്ടറി വയ്ക്കാൻ തുടങ്ങിയിട്ട്? 50 വർഷം. 50 വർഷമായിട്ട് ലോട്ടറി വയ്ക്കാണ്. എത്രയാണ് ലോട്ടറി? 250. ശരി ഗൈസ്, അപ്പൊ ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ. 50 വർഷമായിട്ട് ഈ മനുഷ്യനെ ഇവിടെ ലോട്ടറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വന്നിട്ട് ലോട്ടറി എടുക്കുക. എനിക്ക് ഈ ശീലം ഇല്ല, ലോട്ടറി എടുക്കണ ശീലം ഇല്ല. പിന്നെ ചേട്ടന് വേണ്ടി മാത്രമാണ് എടുത്തത്. പിന്നെ ഇവരെല്ലാം പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. സന്തോഷമായി ചേട്ടന്? സന്തോഷമായ? എങ്ങാനും അടിച്ചാൽ ഞാൻ നേരെ ഇങ്ങ് വരും. പകുതി ചേട്ടന് വാക്കാണ്. പകുതി ചേട്ടന് പകുതി. ഓക്കെ ശരി. ഓക്കെ ഗൈസ്, ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ചെരുപ്പ് കട മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം ഈ അമ്പലപ്പറമ്പ് മുഴുവൻ ഓരോരോ കടകളാണ് കേട്ടോ. ഇവിടെ ചെരുപ്പിനൊക്കെ 180 രൂപ വിലയുള്ള ചെരുപ്പ് എന്നൊക്കെ പറയും. ചെരുപ്പ് എത്രയാ? 150 രൂപ. ഏതെടുത്താലും 150. അങ്ങനെ ഇതെല്ലാം 150. ഇതെല്ലാം 150 ഗൈസ്. ശാർക്കര ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യാപാര മേള തന്നെയാണ് കേട്ടോ. ഏകദേശം 65 ദിവസത്തോളമാണ് ഈ ഒരു ഷോപ്പുകളെല്ലാം 65 ദിവസത്തോളം ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാര മേളയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഉത്സവത്തിനായിട്ടായിരുന്നാലും ഉത്സവം കഴിഞ്ഞിട്ടായിരുന്നാലും ഭയങ്കര തിരക്കാണ് ഇവിടെ. കേരളത്തിലെന്നല്ല, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാരമേള എനിക്കുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും ഈ കടകളൊക്കെ റെന്റിന് എടുത്തേക്കുന്ന, അതായത് കോൺട്രാക്ട് എടുത്തേക്കുന്ന നമ്മൾ ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇത് ശാർക്കര മീനഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള വ്യാപാരമേളയാണ്. നല്ല എല്ലാ കച്ചവടക്കാർക്കും നല്ല വ്യാപാരം ഈ വർഷം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ കച്ചവടക്കാരും. ടോട്ടൽ ഇത് 65 ദിവസം അല്ലേ? എല്ലാം മൊത്തം 65 ദിവസമാണ്. 65 ദിവസം. എൻ്റെ പേര് വിഷ്ണുദാസ് എന്നാണ്. ഞാനാണ് എല്ലാ വർഷവും ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺട്രാക്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷത്തെ ലേലത്തുക എത്രയായിരുന്നു? ഒരു ലേലത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് 1 കോടിക്ക് പുറത്ത് GST ഉൾപ്പെടെ 1,21 ലക്ഷം രൂപയ്ക്കകത്തായി. ഇവരെല്ലാം നമ്മുടെ ട്രൂപ്പിലുള്ള ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു. അതെ, വിഷ്ണു എന്നാണ്. ഞാൻ സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വഞ്ചൂരാണ് സ്ഥലം. വഞ്ചൂരാണല്ലേ? ഓക്കെ. ആൻഡ് ഒരുപാട് പേരുണ്ട്. ഹായ് 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 ഹായ്. ഇവരെല്ലാം നമ്മുടെ ഹായ് ട്രൂപ്പിലുള്ളതാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പർച്ചേസിംഗിനായിട്ട് ഇറങ്ങിയതാണ്? എന്തൊക്കെ മേടിച്ചു? ബാഗ് മേടിച്ചു, കമ്മൽ മേടിച്ചു, പിന്നെ ഈ സാധനം മേടിച്ചു. ഓ, ഇത് പർച്ചേസ് ചെയ്തല്ലേ? ഓക്കെ. ഒരു കവർ നിറച്ചുണ്ട് എന്ന് തോന്നുന്നു. ഇത് ബാഗും കമ്മലും. ഇതെന്താ ഇത്? നാടൻ പാമ്പെന്ന് പറയും. നാടൻ പാമ്പ്. ഓക്കെ. ശാർക്കരയിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. കുറേ
കുറേ കുഞ്ഞുമക്കളുണ്ട് കേട്ടോ. അവരെല്ലാം ഡാൻസിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഭയങ്കര ആവേശമാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ്. കാരണം നമ്മൾ ഇതുപോലെ പണ്ട് കുഞ്ഞുനാളിലൊക്കെ മറ്റേ നഴ്സറിയിലൊക്കെ ഇതുപോലെ കയറി കളിക്കുന്നതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡാൻസ് തുടങ്ങേണ്ട ഒരു സമയമാണ്. എല്ലാവരും LKG, 2, 3 പഠിക്കുന്ന കൊച്ചു മക്കളാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവരിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളാണ്. കുറച്ച് മുന്നേ തുള്ളലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഡാൻസാണ്. ഇനി ഈവനിങ് ആണ് നമ്മുടെ ട്രൂപ്പിൻ്റെ ആ ഒരു ഡാൻസ് വരുന്നത്. എല്ലാവരും ആണ് ഇങ്ങനെ ഹായ് പറഞ്ഞു. ഹായ് 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 ഹായ്. ഇതിൻ്റെ ഇടയിൽ ഒരു കൃഷ്ണനെ കാണാം. കൃഷ്ണനാണോ? ആണോ? രാധ എവിടെ? കൃഷ്ണൻ്റെ രാധ എവിടെ? രാധ എവിടെ? രാധ എവിടെ നിൽക്കുകയാണോ? ഹായ് ഹായ്. ഇത് കൃഷ്ണനും ഇത് രാധയും. ഗോപികമാരാണോ? ഇതെല്ലാം ഗോപികമാരാ? ആണോ? ഹായ്. അപ്പോൾ നന്നായിട്ട് കളിക്കണം കേട്ടോ. ഓക്കെ, ഏത് പാട്ടാണ് കളിക്കുന്നത്? സരസ്വതിയുടെ പാട്ടാണോ? ശരി കയറിക്കോ. ടാറ്റാ, ബൈ ബൈ. നന്നായിട്ട് കളിക്കണേ. ഓക്കെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം കാട്ടുപാതകളാൽ നിബിഡമായിരുന്നു. അക്കാലത്ത് അമ്പലപ്പുഴയിൽ നിന്നുള്ള ഒരു കൂട്ടം കച്ചവടക്കാർ ശർക്കര വിൽക്കാനായി ഈ വഴി കടന്നുപോയി. യാത്രക്കിടയിൽ ഒരു മരച്ചുവട്ടിൽ അവർ വിശ്രമിക്കാനിരുന്നു. വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരാനായി കുടങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കുടം മാത്രം നിലത്ത് ഉറച്ചു പോയതുപോലെ. അനക്കാൻ പോലും കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും അത് ഇളകാത്തതിനെ തുടർന്ന് കച്ചവടക്കാർ ആ കുടം ഉടച്ചു. അപ്പോൾ അതിൽ നിന്നും അത്ഭുതകരമായി ദേവീ ചൈതന്യം വെളിപ്പെട്ടു എന്നാണ് വിശ്വാസം. ശർക്കരക്കുടത്തിൽ നിന്നും ദേവി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ശാർക്കര ദേവി എന്ന പേര് വന്നത്. കടലയുണ്ട് കേട്ടോ. കടലയാണിത്. കടല, പച്ചക്കടല, അതുപോലെ നോർമൽ കടല, പിന്നെ നമ്മുടെ കപ്പലണ്ടി, അങ്ങനെ റോസ്റ്റഡ് കപ്പലണ്ടി എല്ലാം ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നാനും ഉണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ചേട്ടനും ഉണ്ട്. ചേട്ടന്റെ പേര് രാജ അല്ലേ? ഓ, രാജ. സൂപ്പർ. ഇവിടെ തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട് തേനിയില്ലേ? ഓക്കെ. കമ്പത്തേനി. സീസൺ വരുമ്പോഴാണോ വരുന്നത്? സീസൺ മട്ടും. അത് കഴിഞ്ഞ് പോകും ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് വറക്കുന്ന കാണുന്നത് കേട്ടോ. സത്യമായിട്ട് ആദ്യമായിട്ടാണ് വറക്കുന്നത്. ഇത് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വറക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. 400 ഗ്രാം ആണല്ലേ? 400 ഗ്രാം 100 രൂപ അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഒരേ വിലയാണ്. 400 ഗ്രാം 100 രൂപ അല്ലേ? എല്ലാം ഉണ്ട് കേട്ടോ. പണ്ടത്തെ മുറുക്ക്, നമ്മുടെ മധുരസേവ, അതുപോലെ നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മലയ്ക്ക് പോകുമ്പോഴാണ് ഇതുപോലെ 1 കിലോ 1 കിലോ ഒക്കെ മേടിക്കുന്നത്. പേരെന്താ ബ്രോ? എൻ്റെ പേര് സൂര്യത്ത് അല്ലേ? ബ്രോയുടെ പേര്? പക്രു. ആ, കിടിലം പേരാണല്ലോ പക്രു. പിന്നെ അല്ല, ബ്രോയുടെ പേരെന്താ? അനിയോ? ആര്യൻ അല്ലേ? ഓക്കെ. ശരി. ഓക്കെ ബ്രോ, കാണാം ബ്രോ. താങ്ക് യു. അത് കുഴപ്പമില്ല. താങ്ക് യു. നമ്മുടെ ദേവീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ശാസ്താവിൻ്റെ അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഹനുമാനും ഒക്കെ പ്രതിഷ്ഠ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 അമ്പലങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്തടുത്ത് ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്നത് നമ്മുടെ കൈകൊട്ടിക്കളി കാണാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ജയന്റ് വീലും ഊഞ്ഞാലും പിള്ളേർക്ക് കയറി കളിക്കാനുള്ള സാധനമൊക്കെ ഉള്ള സ്ഥലത്താണ്. അതായത് ഉത്സവപ്പറമ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് റൈഡുണ്ട് ഗൈസ്. അതായത് കുഞ്ഞു മക്കൾക്ക് കയറാൻ പറ്റുന്ന റൈഡ് മുതൽ വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന റൈഡ് വരെയുണ്ട്.
സജന മാഡത്തിന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അഞ്ജു മാം ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഞാൻ ആങ്കറാണ്. ഞാൻ സജനയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇന്ന് സജന മാഡത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് മാഡം ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഹാപ്പിനെസ്സും മാഡത്തിൻ്റെ ഫേസിലും ഉണ്ട് കേട്ടോ. അപ്പം 35 ഇയേഴ്സിന് ശേഷമാണ് ഞാനിവിടെ പ്രോഗ്രാം ചെയ്തത്. ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് 35 ഇയേഴ്സിന് ബാക്ക് എൻ്റെ വാപ്പ MA നാസർ ഇവിടെ കൽജ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വാപ്പായിരുന്നു പ്രോഗ്രാം ചെയ്തത്. അതിനു മുമ്പ് എൻ്റെ ഉപ്പ MA റഷീദ്, പിന്നെ അതിനു മുമ്പ് മിയ മുതലാളി എന്ന് എല്ലാവരും ഇവിടെ വിളിക്കുന്ന മീരാൻ സാഹിബാണ്. മിയ മുതലാളി എന്ന് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവർ ഇത്ര പേര് ചെയ്തിട്ട് ഒരു 35 ഇയേഴ്സ് ഗ്യാപ്പ് പോകുന്നു. അതിനുശേഷം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. 35 ഇയേഴ്സ് ആ പാരമ്പര്യം ഇങ്ങനെ നിർത്തി ഞാൻ എൻ്റെ ഫാമിലിക്കാർ ചെയ്തതൊന്ന് അവർക്ക് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു അമ്മയായിട്ട്, ശാർക്കര ദേവിയായിട്ട്. അപ്പോൾ അത് ഞാനൊന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിലോട്ട് തിരിച്ചു വന്നൊരു പ്രോഗ്രാം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു. ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നു. സജന എൻ്റെ ടീച്ചറാണ്. എൻ്റെ മീഡിയ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഗുരുവാണ് സജന മാം. സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യം സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന് പറയുന്ന ഫിലിമിൽ രാജസേനൻ ആണ് എന്നെ മാമിനെ പഠിക്കാൻ വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ടെമ്പിൾ ഓർമ്മ എന്ന് വെച്ചാൽ ശാർക്കരയാണ്. പിന്നെ ഞാനും സജനയും ഒരു 5 വയസ്സ് മുതലുള്ള കൂട്ടാണ്. ഞങ്ങൾ ബോർഡിങ്ങിൽ ഒരുമിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ശാർക്കരയായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ കുടുംബ ക്ഷേത്രമാണ്. അപ്പോൾ സജനെ വിളിച്ച് ഇങ്ങനെ ശാർക്കര അമ്പലത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗസ്റ്റായിട്ട് വരണമെന്ന് പറയുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് സജന ചേച്ചിയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വൈബാണ്. ഇവളാണ് അത് കൊണ്ടുപോകുന്നത്. പ്രോഗ്രാമിന് ഓൾ ദി ബെസ്റ്റ് മാഡം. അടിച്ച് പൊളിക്കുക. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. പ്രോഗ്രാമിന് അറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നു. ഡാൻസിനോടൊപ്പം രാധിക ചേച്ചി നയിക്കുന്ന വാനമ്പാടികളുടെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ. രാധിക ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ചേട്ടനും ചേച്ചിയാണ്. കുറെ 10-25 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പ്രോഗ്രാം നന്നായിരുന്നു മാഡം. താങ്ക് യു മാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ടീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവർ റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ? അവരുടെ യെല്ലോ കോസ്റ്റ്യൂമാണ്. ആൻഡ് ഗേൾസിന് റെഡ് കോസ്റ്റ്യൂമാണ്. ആൻഡ് ഡാൻസേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പരിപാടി കാണാൻ പറമ്പ് മുഴുവൻ ആൾക്കാരുണ്ടായിരുന്നു. പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു. അവരുടെ പെർഫോമൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം കേട്ടോ. രാത്രിയായപ്പോൾ അമ്പലത്തിലെ ലൈറ്റ് കൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായാണ്. ഒരു അമ്പലം മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന പുണ്യപുരാതനമായ ഒരു സ്ഥലമാണ് ശാർക്കര ദേവീ ക്ഷേത്രം. മനോഹരമായ ഒരു ദിവസം കൂടി കടന്നു പോകുന്നു. ശാർക്കര അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.